ദ നേക്കഡ് ഗൺ എന്നൊരു സിനിമ കണ്ടു. ഞാൻ ഈ ടൈപ്പ് ഒരു സിനിമ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനെ പറ്റി എങ്ങനെ വിവരിച്ച് പറയുന്ന പോലും എനിക്കറിയാൻ പറ്റില്ല. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്. ആൻഡ് ഇതുവരെ ഇറങ്ങിയ മിക്ക ഇൻവെസ്റ്റിഗേഷൻ പടങ്ങളെയും ഊക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഊക്കിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇന്ത്യൻ സിനിമയിലെ കുറെ ഇൻവെസ്റ്റിഗേഷൻ പടങ്ങളെയും എസ്പെഷ്യലി നമ്മുടെ സ്പൈ യൂണിവേഴ്സിലെ നല്ല രീതിയിൽ കളിയാക്കേണ്ട ഈ പടത്തിനെ അത് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ഈ ഒരു ടൈപ്പ് സിനിമ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം. കേട്ടത് വെച്ച് ട്രോപ്പിക് തണ്ടർ എന്ന സിനിമ ഇതേ മൂഡിൽ പോകുന്ന ഒരു പടം എന്നാണ് ഞാൻ കേട്ടത്. സറ്റയേഴ്സ് കുറെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു നോ ബ്രെയിനർ ലോജിക്ലെസ് ആയ ഒരു സറ്റയർ പടം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പടം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഒരു സ്വപ്നമാണ്. പക്ഷെ അല്ല, ഇങ്ങനത്തെ ഒരു ഡിഫറെന്റ് വേൾഡിലോട്ടാണ് അക്കീവ ഷാഫർ എന്ന ഡയറക്ടർ നമ്മളെ ട്രാൻസ്പോർട്ട് ചെയ്യണത്. എന്നാൽ പോലും 1 മണിക്കൂർ 25 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. ആ ഒരു റൺ ടൈം നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്ത് ഇരുത്താൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ ലോജിക്ലെസ് ആയ കുറെ കോമഡീസ് ഒക്കെ കാണി നമ്മളെ നന്നായിട്ട് ചിരിപ്പിക്കുകയും ചെയ്യും. പിന്നെ കുറച്ച് എ ഐനെ ബേസ് ചെയ്ത് കുറച്ച് പോയിന്റ്സ് ഒക്കെ കാണിച്ച് നമ്മളെ ചിന്തിപ്പിക്കുകയും ഈ സിനിമ ചെയ്യുന്നുണ്ട്. പടം തുടങ്ങണതും തീരണതും പെട്ടെന്നായിരിക്കും. ലയം നീസൺ 73-ാം വയസ്സിൽ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ആ ഒരു കോപ്പിന്റെ വേഷം. അതേപോലെ തന്നെ ഇതിൽ വേറെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരൊക്കെ ഒരു വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നത്. ഇതൊരു ലോജിക് ഒന്നും യൂസ് ചെയ്യാത്ത ഒരു നോ ബ്രെയിനർ സെറ്റയർ സിനിമയാണ്. ആ ഒരു മൂഡിൽ വേണം ഈ സിനിമ കാണാൻ പോകാൻ. ഒന്നുകിൽ വർക്കാവും, ഒന്നുകിൽ നന്നായിട്ട് വർക്ക് ആവില്ല. എനിക്ക് ഏതായാലും നല്ല രസമുള്ള ഒരു സിനിമ അനുഭവം തന്നെയായിരുന്നു. കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഒരു ഹോളിവുഡ് സിനിമ കണ്ടിട്ട് കുറെ നന്നായിട്ട് പൊട്ടിച്ചിരിക്കുന്നത്. ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു.